ഓപ്പറേഷൻ നുംഖോറിൽ കൂടുതൽ ആഡംബര വാഹന ഉടമകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് കസ്റ്റംസ്. ഭൂട്ടാനിൽ നിന്നും കടത്തിയെന്ന് സംശയിക്കുന്ന വാഹനങ്ങൾ സംബന്ധിച്ച് രഹസ്യ വിവരങ്ങളും കസ്റ്റംസിന് കൈമാറിയിട്ടുണ്ട്. 150ഓളം വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്നും കടത്തിയതായാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത്. ഈ കേസിൽ പ്രമുഖ ചലച്ചിത്ര താരങ്ങളും നിരീക്ഷണത്തിലാണ്. വിവരങ്ങളുമായി രേഷ്മ ബാബു കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. രേഷ്മ, ഈ കേസിൽ നേരത്തെ തന്നെ ദുരൂഹതകൾ ഏറെയാണ്. പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ സൈന്യത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ കടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ രജിസ്ട്രേഷൻ മുതൽ അടിമുടി ദുരൂഹതകൾ നിലനിൽക്കുന്നൊരു കേസാണ്. അതിനാൽ കൂടുതൽ കടുത്ത നടപടിയിലേക്ക് കസ്റ്റംസ് നീങ്ങുകയാണ്. അതെ ഗൗതം, പ്രത്യേകിച്ച് ഭാരത സൈന്യത്തിന്റെ പേരിൽ വ്യാജരേഖകളൊക്കെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ വാഹനങ്ങളൊക്കെ തന്നെ ഭൂട്ടാനിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. താരങ്ങൾക്കത് വിൽപ്പന നടത്തിയിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. എന്തായാലും നിലവിൽ കസ്റ്റംസിന് ചില വിവരങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട്. അതായത് ഈ തങ്ങളുടെ കൈവശം എത്തിയത് ഭൂട്ടാനിൽ നിന്നും എത്തിച്ച വാഹനങ്ങളാണെന്നും മറ്റു ചിലരുടെ കൈവശം ഇത്തരത്തിൽ എത്തിച്ചിട്ടുള്ള വാഹനങ്ങൾ ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് ദിനംപ്രതി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന് സന്ദേശങ്ങളായിട്ടും ഫോൺ കോളുകളായിട്ടും ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ഈ വാഹനങ്ങളുടെ രേഖകൾ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം പരിശോധിക്കുന്നുണ്ട്. ആ വിവരങ്ങളും രേഖകളും ഒക്കെ തന്നെ കൃത്യമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും മറ്റു തുടർ നടപടികളിലേക്ക് കസ്റ്റംസ് കടക്കുകയുള്ളൂ. നിരവധി ചലച്ചിത്ര താരങ്ങളും വലിയ ആഡംബര വാഹനങ്ങളോട് ഭ്രമമുള്ള ആളുകളും ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്ന് എത്തിച്ചിട്ടുള്ള വാഹനങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് കസ്റ്റംസിന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം. കൂടുതലായിട്ട് ഈ പരിശോധനകൾ തുടർന്നെങ്കിൽ മാത്രമേ എത്ര വാഹനങ്ങളാണ് ഇത്തരത്തിൽ കേരളത്തിലെ നിരത്തുകളിൽ ഓടുന്നത്, അതുമാത്രവുമല്ല ഗ്യാരേജുകളിൽ എത്ര എണ്ണം ഉണ്ട്. നിലവിൽ 150ഓളം വാഹനങ്ങളാണ് നികുതി വെട്ടിച്ച് കടത്തിയിട്ടുള്ളതെന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. 38 വാഹനങ്ങൾ നിലവിൽ കേരളത്തിൽ ഉണ്ട് എന്നും കസ്റ്റംസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ ഉണ്ട് എന്നുള്ള ഒരു രഹസ്യ വിവരമാണ് കസ്റ്റംസിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ദുൽഖർ സൽമാന്റെ 3 വാഹനങ്ങൾ നിലവിൽ കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നടനായിട്ടുള്ള അമിത് ചക്കാലക്കലിന്റെ 6 വാഹനങ്ങളും കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. പക്ഷേ നിലവിൽ ദുൽഖറിന്റെ കൂടുതൽ വാഹനങ്ങൾ ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്ന് എത്തിച്ചതാണെന്നുള്ള വിവരമാണ് കസ്റ്റംസിന് ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ രേഖകൾ ഇക്കാര്യത്തിൽ പരിശോധിക്കേണ്ടി വരും. അതുമാത്രമല്ല, ഈ വാഹനം നേരത്തെയുള്ള ലാൻഡ് റോവർ വിട്ടുകിട്ടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ദുൽഖർ ഹൈക്കോടതിയെ സമീപിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ കസ്റ്റംസിന് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഭൂട്ടാനിലെ റോയൽ ആർമി കുറഞ്ഞ കാലം കൊണ്ട് ഉപയോഗിച്ച വാഹനങ്ങൾ ലേലത്തിൽ വാങ്ങിച്ചു അല്ലെങ്കിൽ ലേലത്തിൽ വെച്ചു എന്നുള്ള കാര്യങ്ങൾ വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഏജന്റുമാർ താരങ്ങൾക്കടക്കം ഈ വിൻറ്റേജ് കാറുകൾ വിൽപ്പന നടത്തിയിട്ടുള്ളത്. രേഖകളൊക്കെ തന്നെ വ്യാജമാണ്. ഫസ്റ്റ് ഓണർ ദുൽഖറിന്റെ ഒരു വാഹനത്തിന്റെ ഫസ്റ്റ് ഓണർ എന്ന് പറയുന്നത് കരസേനയാണ്. അത്തരത്തിൽ വലിയ രീതിയിൽ വ്യാജ രേഖകൾ ചമയ്ക്കുകയും ഒപ്പം തന്നെ രാജ്യദ്രോഹ കുറ്റം തന്നെ ചുമത്താൻ തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മിലിറ്ററി ഇന്റലിജൻസും ഇക്കാര്യത്തിൽ ശ്രദ്ധയോടുകൂടി അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും കസ്റ്റംസിന് നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ പ്രകാരം കൂടുതൽ ആഡംബര വാഹന ഉപയോക്താക്കൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉടമകൾ കൂടി നിരീക്ഷണത്തിൽ തന്നെയാണ്. തെളിവുകൾ കിട്ടുന്ന മുറയ്ക്ക് ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗൗതം, ഭൂട്ടാനിൽ നിന്നും കാറുകൾ കടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ ആഡംബര കാറുകൾ കൈക്കലാക്കിയ ആളുകളിലേക്കും ഇതിൻ്റെ കൈമാറ്റം നടത്തിയവരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് കസ്റ്റംസ് തീരുമാനിച്ചിരിക്കുന്നത്. പല പ്രമുഖ നടന്മാരിലേക്കും ഇതിൻ്റെ അന്വേഷണം നീളുമെന്നും രേഷ്മ ബാബു കൊച്ചിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു.